പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ സമ്മാനം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ UDF സർക്കാർ തിരഞ്ഞെടുപ്പിന് മുമ്പ് തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനം പോലും ചെയ്യാത്ത ആ മഹത്തായ സമ്മാനം നമുക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. തവളപ്പത്രം. അടുത്ത 5 വർഷത്തേക്ക് നമുക്കിനി വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. തവളപ്പത്രം കിട്ടിയിരിക്കുന്നു. അതിനകത്തെല്ലാം ഉണ്ട്. കുറേശ്ശെ എടുത്ത് കഴിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും ഫുൾഫില്ലാവും. അപ്പോൾ ഈ തവളപ്പത്രം ഇറക്കിയത് എന്തിന് എന്നുള്ളതിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഈ സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് റിസൾട്ട് എണ്ണുന്നതിൻ്റെ തലേ ദിവസം റിസർവ് ചെയ്ത ഒരു വിമാനത്തിൽ അദ്ദേഹം നമ്മുടെ അദാനി കൊടുത്ത ആ വിമാനത്തിൽ ബാംഗ്ലൂരിൽ പോയി ഇറങ്ങി അദാനിയുടെ ഏജൻറ്റുമാരോടും അവരുടെ പങ്കാളികളോടുമൊക്കെ നടത്തിയ ചർച്ച അതെന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ തവളപത്രത്തിൽ കാണുന്നത്. അപ്പോൾ തവളപത്രം വളരെ മഹത്തായ കുറേ സത്യങ്ങൾ നമ്മുടെ അടുത്ത് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അതായത് കിഫ്ബി എന്ന് പറയുന്ന ഒരു കടമെടുപ്പ് സമ്പ്രദായമാണ്. ഇത് വലിയ ബാധ്യതയാണ്. KSRTC ഭയങ്കര നഷ്ടത്തോടെയാണ്. ഇതൊന്നും നമുക്കറിയാത്ത കാര്യമായിരുന്നു. KSRTC നഷ്ടത്തിലോടുകയാണ് നമുക്കറിയാത്ത കാര്യമായിരുന്നു. പണ്ട് ആര്യാടൻ മുഹമ്മദ് ഈ ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്നപ്പം ഉടനെ അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ഇനി ഒരു നിമിഷം ഈ KSRTCയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞതാണ്. ആ KSRTC നഷ്ടത്തിലോടുകയാണെന്ന് പറയാൻ വേണ്ടി ഒരു തവളപ്പത്രം. പിന്നീടുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ ആരുടെയെന്ന് ചോദിച്ചാൽ KSEBക്കാണ്. KSEB ഭയങ്കര നഷ്ടത്തിലാണ്. അതും സർക്കാരിന് ബാധ്യതയാണ്. പിന്നെ ബെവ്കോ നഷ്ടത്തിലെന്ന് പറയുന്നില്ല, സപ്ലൈകോ നഷ്ടത്തിലാണ്. അപ്പോൾ ബെവ്കോ ലാഭത്തിലാണ്. അപ്പോൾ സപ്ലൈകോയും ബെവ്കോയും കൂടെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് അടിവരയിട്ട് ഈ തവളപത്രത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യം കംപ്ലീറ്റ് സ്വകാര്യവൽക്കരിക്കണം. എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം സ്വകാര്യവൽക്കരണമാണ്. സംസ്ഥാനത്തെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിച്ച് കുറേ പൈസ കിട്ടും. ആ പൈസ കൊണ്ട് നമുക്ക് KSRTCയിൽ ഫ്രീ ആയിട്ട് ആളെ വിടാം. പിന്നെ വേറെ ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ നടപ്പിലാക്കുക എന്നാണ് പുള്ളി പറയുന്നത്, തവളപത്രത്തിൽ നമ്മോട് പറയുന്നത്. അതായത് പണ്ട് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ആരംഭിച്ച നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് സമ്പ്രദായം. അതായത് ഞാനൊരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണെന്ന് ഊണിലും ഉറക്കത്തിലും പറയുന്ന സതീശൻ ഞാനൊരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണെന്ന് ഇപ്പോൾ തവളപത്രം ഇറക്കി നമ്മോട് പറയുകയാണ്. അതായത് നമ്മുടെ കണ്ണായ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അദാനിക്കും അംബാനിക്കും മറ്റ് കോർപ്പറേറ്റുകൾക്കും കൊടുത്ത് അദ്ദേഹം കൂടുതൽ സോഷ്യലിസ്റ്റ് ആവുകയാണ്. അപ്പം ഇനി വരും കാലങ്ങളിൽ നമ്മുടെയൊക്കെ ഭരിക്കാൻ പഞ്ചായത്തും വില്ലേജും പോലീസ് സ്റ്റേഷൻ വരെ ഒരു പക്ഷേ അദാനിക്ക് കൊടുത്ത് ലാഭകരമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പിന്നെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിനു മുമ്പിരുന്ന് ഒരുപാട് ഗവൺമെൻറ് അത്തരം നീക്കങ്ങൾ നടത്തിയപ്പോൾ തന്നെ കേരളത്തിലെ യുവജനങ്ങൾ അതിനെ ചെറുത്തു തോൽപ്പിച്ചതാണ്. അപ്പോൾ ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുമ്പോൾ നിലവിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരിങ്ങനെ തുടർന്ന് കുറച്ച് വർഷങ്ങൾ കൂടി നമ്മുടെ സർവീസിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പുതിയ നിയമനങ്ങളൊന്നും വേണ്ടി വരത്തില്ല. അപ്പോൾ പുതിയ നിയമനങ്ങൾ വരുമ്പോൾ കൂടുതൽ സർക്കാർ ഖജനാവിൽ നിന്നും അവർക്ക് ശമ്പളം കൊടുക്കണം. അങ്ങനെ പുതിയ ബാധ്യതകളുണ്ടാകും. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ആർക്കും ജോലിയൊന്നും കൊടുക്കാൻ പാടില്ല. കഷ്ടപ്പെട്ട് പഠിച്ച് പ്രൊഫഷണലുകൾ, ഡിഗ്രി എടുത്ത് നിൽക്കുന്നവർ, മറ്റ് സാങ്കേതിക മേഖലകളിൽ വിദ്യാഭ്യാസം നേടി നിൽക്കുന്ന യുവജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പ്രഖ്യാപനം. സർക്കാർ ജീവനക്കാർക്ക് അവരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു
അപ്രഖ്യാപിത നിയമന നിരോധനം കേരളത്തിൽ നടപ്പാക്കാൻ ഈ തവളപത്രം ശുപാർശ ചെയ്യുന്നു. കേരളത്തിൽ ഇതൊക്കെ നടക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. അപ്പോൾ ഈ വിഷയം അതായിരിക്കെ തന്നെ ഒരു സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം ആദ്യമായി ഇവിടെയുള്ള ജനങ്ങളെ ആകെ നിരാശപ്പെടുത്തുന്ന തരത്തിൽ ഒരു ഡോക്യുമെൻ്റ് ഇറക്കുകയാണ്. പേര് തവളപത്രം. ആ പത്രത്തിൽ നിന്ന് നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. പ്രതീക്ഷിക്കാനുള്ള ദുരന്തങ്ങൾ മാത്രമാണ്. തൊഴിലില്ലാതെ അലയുന്ന നമ്മുടെ ചെറുപ്പക്കാർ, അവർ എങ്ങോട്ട് പോകുമെന്ന് പോലും അറിയാൻ വയ്യാതെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം ഇവിടെ സതീശൻ ചൂണ്ടിക്കാണിച്ച സ്വകാര്യവൽക്കരണമാണ്. കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനവും അദാനിയും അംബാനിയും കൈയടക്കാൻ പോകുന്നില്ല. അത്തരം നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ ആഗ്രഹിച്ച് വോട്ട് ചെയ്ത കേരള ജനതയ്ക്ക് മുന്നിൽ ദുരന്തങ്ങളുടെ നാളുകളാണ് വരാനിരിക്കുന്നത്. അടുത്ത 5 വർഷം എന്താണ് തങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന ഈ തവളപത്രത്തിൽ നമ്മൾ കണ്ടു. എന്തായാലും നമ്മൾ ആഗ്രഹിച്ചത് മാറ്റമാണ്. നിഷ്കളങ്കരായ മനുഷ്യരെ പറഞ്ഞു പറ്റിച്ച് അധികാരത്തിലെത്തി ആ കിട്ടിയ അധികാരം കൊണ്ട് എന്തും ചെയ്യാം എന്നുള്ള ധാർഷ്ട്യമാണ് ഇപ്പോൾ UDF സർക്കാരിനെ നയിക്കുന്നത്. വരും കാലങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് ഇവരുടെ തലതൊട്ടപ്പൻ AK ആൻ്റണി നമ്മോട് പറഞ്ഞു, നമ്മൾ വയറ് വലിച്ച് മുറുക്കി കെട്ടണം, കുറേ കയ്പ് നീര് കുടിക്കണമെന്നൊക്കെ. അതൊന്നും വെറും വാക്കുകളല്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് വരുന്നത്. എന്തായാലും നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ, നമുക്കെല്ലാം സഹിക്കാം എന്ന് പറയുന്നില്ല, നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാം. അതാണ് പറയുവാനുള്ളത്.